നമസ്കാരം. ഈ വീഡിയോയിൽ കൈസർക്ക് കൊടുക്കാനുള്ളത് കൈസർക്ക് കൊടുക്കണം എന്ന യേശുവിൻ്റെ നിർദ്ദേശത്തെ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ അവസ്ഥയിൽ എപ്രകാരമാണ് നാം മനസ്സിലാക്കേണ്ടത് എന്ന ഒരു ചിന്താ വിഷയമാണ് അവതരിപ്പിക്കുന്നത്. തീർച്ചയായും ഈ യൂട്യൂബ് ചാനലിൽ പങ്കെടുക്കുന്ന അന്വേഷണശീലമുള്ള, ചിന്തിക്കുവാൻ താല്പര്യമുള്ള വ്യക്തികൾ സുവിശേഷത്തിൻ്റെ പരിധിയുടെ അപ്പുറത്ത് നിൽക്കുന്നു എന്ന സാധാരണഗതിയിൽ സങ്കല്പിക്കപ്പെടുന്ന ഇങ്ങനെയുള്ള ആശയങ്ങളോട് ബൗദ്ധികമായ ആത്മീയമായ പ്രതിപത്തിയുള്ളവരായിരിക്കുമെന്നതാണ് എൻ്റെ വിശ്വാസം. കാരണം യേശുവിൽ കൂടെ പ്രത്യക്ഷമായ അല്ലെങ്കിൽ വെളിപ്പെട്ടു വന്ന ആത്മീയ ദർശനത്തിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ പരിധിയിൽ നിന്ന് ഒന്നും ഒഴിവാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരു വിശാലത യേശുവിൻ്റെ ദർശനത്തിനുണ്ടായിരുന്നു. നത്തിങ് ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം the limits or boundaries of Jesus' spiritual vision. കാരണം ഈ ലോകത്തിലുള്ള എല്ലാ യാഥാർത്ഥ്യങ്ങളെയും ദൈവത്തിൻ്റെ ശ്രദ്ധ അർഹിക്കുന്നതാണ്, അല്ലെങ്കിൽ എല്ലാറ്റിനെയും ശ്രദ്ധിക്കുന്ന കരുതുന്ന ഒരു ദൈവമാണ് സ്വർഗസ്ഥനായ പിതാവ് എന്ന ആശയമാണ് യേശു ഏറ്റവും പ്രധാനമായി നമുക്ക് പ്രദാനം ചെയ്തത് എന്ന് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആശയങ്ങളെപ്പറ്റി കുറച്ചുകൂടെ പ്രാവർത്തികമായും അർത്ഥവത്തായും അന്വേഷിക്കുകയും അത് അബോധതലത്തിൻ്റെ എവിടെയോ തങ്ങി നിൽക്കേണ്ട ചില ചിന്താശകലങ്ങളാണ്, അല്ലെങ്കിൽ സങ്കല്പങ്ങൾ മാത്രമാണ് എന്ന വിധത്തിൽ പോകുന്നത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് ഏവർക്കും ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചിന്ത അത് അന്വേഷണ ബുദ്ധിയോടെ ഈ വിഷയത്തെ പരിഗണിക്കാം. നമുക്കറിയാം, ലോകത്തിലുള്ള എല്ലാവരും അവർ ഓരോരോ രാജ്യങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് അവരുടേതായ ഭരണഘടനയ്ക്കുള്ളിൽ, അവരുടേതായ സ്റ്റേറ്റിൻ്റെ പരിധിക്കുള്ളിൽ വസിക്കുന്നു. അങ്ങനെ സാർവലൗകികമായി രണ്ട് തരത്തിലുള്ള കടമകളാണ് അറിയുന്നതും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും. അതായത് കൈസർക്ക് കൊടുക്കാനുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കരം കൊടുക്കണം. അതെല്ലായിടത്തും അറിയാം. ലോകത്തിൽ കരം കൊടുക്കാൻ കടമയില്ലാത്ത ഒരു ജനതയും ഒരു രാജ്യവുമില്ല. അതിനെപ്പറ്റി വിശദീകരിക്കേണ്ട കാര്യമില്ല. കടം കൊടുത്തില്ലെങ്കിൽ അപകടത്തിലാകും. അതൊരു ചോയ്സ് അല്ല, ഇറ്റ് ഈസ് എൻ ഓബ്ലിഗേഷൻ. രണ്ടാമതായിട്ട്, ലോകത്തിലുള്ള എല്ലാവരും കൈസർക്ക് കൊടുക്കണം എന്ന തിയറിയായിട്ടെങ്കിലും താത്വികമായിട്ടെങ്കിലും സമ്മതിക്കുന്നത് നിയമവാഴ്ചയെ അംഗീകരിക്കണം, റൂൾ ഓഫ് ലോ. അപ്പോൾ രണ്ട് കാര്യം, യു മസ്റ്റ് പേ ടാക്സസ്. സെക്കൻഡ്, യു മസ്റ്റ് അക്സെപ്റ്റ് ദ റൂൾ ഓഫ് ലോ. ഇതിനെപ്പറ്റി വളരെ സ്പഷ്ടമാണ്. ഇത് നിങ്ങൾ ക്രിസ്ത്യാനിയാണെങ്കിലും അക്രൈസ്തവരാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും കടുത്ത വിശ്വാസിയാണെങ്കിലും പുരോഹിതനാണെങ്കിലും ഐമേനിയാണെങ്കിലും സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും യാതൊരു വ്യത്യാസവുമില്ല. സാർവലൗകികമായ എല്ലാ വ്യക്തികളും രാഷ്ട്രീയമായ തലത്തിൽ നിർവഹിക്കേണ്ട കടമയാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായി വിശദീകരിക്കേണ്ട ഒരാവശ്യമില്ല. എന്നാൽ ക്രിസ്ത്യാനി എപ്രകാരം ആയിരിക്കണമെന്ന് യേശു സൂചിപ്പിച്ചിട്ടുണ്ട്. നിലവിലിരിക്കുന്ന ധാരണകളെ കവച്ചു വെച്ചതായിരിക്കണം വിശ്വാസിയുടെ ചുമതലബോധമെന്ന് യേശു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നീതിബോധം പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിബോധത്തെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യത്വത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു ശ്രദ്ധേയമായ ഘടകം നിലവിലിരിക്കുന്ന മാനദണ്ഡങ്ങളെ അതിജീവിക്കുക എന്നുള്ളതാണ്. അതിനെ എങ്ങനെയെങ്കിലും അതിൻ്റെ കണ്ണ് വെട്ടിക്കുക എന്നുള്ളതല്ല, അല്ലാതെ എങ്ങനെയെങ്കിലും പുത്തൂരത്തിൽ നിർവഹിക്കുക എന്നുള്ളതല്ല, അതിനെ അതിജീവിക്കുക. ഞാനിതിനെ പലപ്പോഴും പരാമർശിക്കുന്നത് ദി അരിസ്റ്റോക്രസി ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ ആ ഒരു പ്രഭുത്വം എന്ന ആശയത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വെളിച്ചത്തിൽ നാം ഈ ഒരു നിർദ്ദേശം പരിഗണിച്ചാൽ എന്തെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടും,
അതിൻ്റെ ഉദാഹരണങ്ങളായി മാത്രം ചില കാര്യങ്ങൾ, ഇത് എക്സോസ്റ്റീവായിട്ട് അതിൻ്റെ എല്ലാ വിധങ്ങളും പറഞ്ഞ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുവാൻ സാധ്യമല്ല, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നമുക്ക് ഈ ഒരു വിഷയത്തെപ്പറ്റി തുടർന്ന് ചിന്തിക്കുവാൻ എന്തെങ്കിലും ഒരു അടിത്തറ ഭാഗത്തക്കവണ്ണം മാത്രം ചില ചിന്തകൾ ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുകയാണ്. അത് വളരെ പ്രത്യക്ഷമായ കാര്യങ്ങൾ മാത്രം, അതുകൊണ്ട് മനസ്സിലാക്കാൻ ആർക്കും ഒരു പ്രയാസം ഉണ്ടാകേണ്ട കാര്യമില്ല. ആദ്യമായി നാം കൈസർക്ക് കൊടുക്കേണ്ടത് നിസ്വാർത്ഥമായ സേവനം ചെയ്യുവാൻ സാധ്യമാണ്. അതാണ് ഭംഗി, അതാണ് ബുദ്ധി, അതാണ് മാനവീയതയ്ക്ക് ഉതകുന്നത്. ദാറ്റ് ഈസ് വാട്ട് എഗ്രീസ് ഓർ ഹാർമണൈസസ് മോസ്റ്റ് വിത്ത് ദി എസെൻസ് ഓഫ് ഹ്യൂമാനിറ്റി. അതായത് സ്വാർത്ഥരഹിതമായ സേവനം ചെയ്യുക. ഈ ലോകത്തിൻ്റെ തത്വം എന്താണെന്നും യേശുവിൻ്റെ അനുയായികൾ എങ്ങനെയായിരിക്കണമെന്നും ഈ വിഷയത്തെ പരാമർശിച്ച് യേശു വളരെ സ്പഷ്ടമായി പഠിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു പറയുന്നത്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയെ കൊടുക്കുവാനും അത്രേ വന്നത്. അങ്ങനെ ആ അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ എളിയ ഭാഷയിൽ പറഞ്ഞാൽ തികച്ചും നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിക്കുക ഒരു വിശ്വാസിയുടെ മുഖമുദ്രയായിരിക്കണം. അവൻ്റെ ആത്മീയ വ്യക്തിത്വത്തിൻ്റെ ഹോൾമാർക്ക്, അതിനെ ലോകം അറിയുന്നത് അങ്ങനെ ആയിരിക്കണം. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നു. ഈ നിസ്വാർത്ഥമായി സേവനം ചെയ്യുമ്പോൾ മാത്രമേ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും നമുക്ക് സേവനം ചെയ്യുവാൻ സാധ്യമാകുകയുള്ളൂ. സ്വാർത്ഥ താല്പര്യത്തോടുകൂടെ ജോലി ചെയ്യുന്നവർ ഒരിക്കലും അവർ ചെയ്യുന്ന ജോലിയോട് നീതി പുലർത്തുകയില്ല. അവർ ചെയ്യുന്ന ജോലിയിൽ അവരുടെ സാധ്യതകളുടെ പൂർണ്ണത പ്രയോഗിക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ല. അത് അവരറിയാതെ തന്നെ അവരോട് ചെയ്യുന്ന അപരാധമാണ്. പക്ഷേ അത് തിരിച്ചറിയാനുള്ള വിവേകം അവർക്കുണ്ടാകുകയില്ല. സ്വാർത്ഥത ഒരു തരത്തിലുള്ള അന്ധകാരമാണ്. സ്വാർത്ഥത വലിയ തരത്തിലുള്ള മന്ദബുദ്ധിയുടെ അവസ്ഥയാണ്. ഇത് ആളുകൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് അത് വലിയ മിടുക്കാണ് എന്ന ധാരണയിലാണ് പല ആളുകളും ഔദ്യോഗിക തലത്തിൽ അല്ലെങ്കിൽ സേവന തലങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ഭാരതത്തിൽ ഏറ്റവും ആവശ്യമായ കാര്യം ഇവിടെ ഒരു സത്യസന്ധമായ ഊർജ്ജസ്വലതയുള്ള ഒരു തൊഴിൽ സംസ്കാരം, ഒരു വർക്ക് കൾച്ചർ ഉണ്ടാകണം. ഇത് ഞാൻ ആദ്യമായിട്ട് പറയുന്ന കാര്യമല്ല. അങ്ങനെ വേണം, അങ്ങനെ കൂടിയേ മതിയാകൂ എന്ന് എനിക്ക് മുൻപ് എന്നേക്കാൾ അതിപ്രശസ്തരും പ്രാധാന്യമർഹിക്കുന്നവരുമായ അനേകം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. മരിച്ചുപോയ അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹത്തിൻ്റെ കുമരകം മ്യൂസിങ്സിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അദ്ദേഹം മാത്രമല്ല ഇത് പറഞ്ഞത്. എന്നാൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഊർജ്ജസ്വലതയുള്ള, കർമ്മ ഉത്സുകമായ, സത്യസന്ധമായ ഒരു തൊഴിൽ സംസ്കാരം ഉണ്ടാകാത്തത്? നാം ചിന്തിക്കേണ്ട കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രസകരമായ കാര്യം, ഹിന്ദുമതം ദൈവത്തെ അറിയുന്നത് സത്യമായിട്ടാണ്, ക്രിസ്തുമതം ദൈവത്തെ അറിയുന്നത് സ്നേഹമായിട്ടാണെങ്കിൽ, ഹിന്ദു ആത്മീയ ദർശനത്തിൽ ദൈവമാരാണ്? ദൈവം സത്യമാണ്. ഗോഡ് ഈസ് ട്രൂത്ത്. അങ്ങനെ ദൈവം സത്യമാണെങ്കിൽ സത്യസന്ധതയുള്ള തൊഴിൽ സംസ്കാരം ഉണ്ടാകണ്ടേ? എന്തുകൊണ്ടാണ് ഇവിടെ തൊഴിൽ മേഖലയിൽ, അതായത് ജോലി ചെയ്യുന്ന, സേവനം ചെയ്യുന്ന മേഖലയിൽ സത്യസന്ധത പാലിക്കുന്നവർ നന്നേ വിരളമാകുന്നു? ഇപ്പോൾ മദർ തെരേസയെ ഭാരതം മുഴുവൻ ശ്രദ്ധിക്കാനും അസൂയയോടുകൂടെ സംഘപരിവാർ പോലും വീക്ഷിക്കുവാനും കാരണമായത് അവർ കാഴ്ചവെച്ച സേവനത്തിൻ്റെ അതിമനോഹരമായ മാതൃകയാണ്. അവരോട് ഈർഷ്യ തോന്നുവാൻ കാരണം അവിടെ 4 അയലത്തെത്തുവാൻ ഇങ്ങനെ അവരുടെ വിമർശകരായിരുന്ന ആളുകൾക്ക് കഴിയാത്തത് കൊണ്ടാണ്. ഗ്രഹാം സ്റ്റെയിൻസിനെ ഒറീസയിലുള്ള മനോഹർപൂർ എന്ന സ്ഥലത്ത് വെച്ച് കരിച്ചു കൊന്ന ആളുകൾ അദ്ദേഹം കൺവേർഷൻ ചെയ്യുന്നു എന്നതിൽ ആയിരുന്നില്ല പ്രശ്നം. അദ്ദേഹം നിസ്വാർത്ഥമായി മനോഹർപൂരിലുള്ള നിരാലംബരായ ആളുകൾക്ക് സഹായം എത്തിച്ചു കൊടുത്തു എന്നതാണ് പ്രശ്നം. അങ്ങനെ സഹായം എത്തിച്ചു കൊടുക്കുമ്പോൾ ജനങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹത്തെപ്പറ്റി സ്നേഹവും ബഹുമാനവും ഉണ്ടാകും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇപ്രകാരം നിസ്വാർത്ഥമായ സേവനം നിർവഹിപ്പാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്തെന്ന് അന്വേഷിക്കും. അങ്ങനെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകും യേശു ക്രിസ്തുവിനോടുള്ള ശിഷ്യത്വമാണ്. അങ്ങനെ വരുമ്പോൾ തങ്ങൾക്കും ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലായിത്തീരുവാൻ ആഗ്രഹം ജനിക്കും, അല്ലെങ്കിൽ അനുഭവപ്പെടും. അതുകൊണ്ട് ചിലപ്പം അവർ
ഹിന്ദുമതത്തിൽ നിന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഭീതി കൊണ്ടാണ്. അല്ലാതെ ഞാൻ ഈ വിഷയം നന്നായി പഠിച്ചിട്ടുള്ളതാണ്, ഞാൻ മനോഹർപൂർ സന്ദർശിച്ച ആളാണ്, അവിടുത്തെ ആളുകളുമായി വളരെ ഡീറ്റെയിൽഡായിട്ട് സംവാദം നടത്തിയ ആളാണ്. 1999 ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിന് 2 മക്കളെയും കരിച്ചു വന്ന ശേഷം അവിടെ ആദ്യമെത്തിയ ക്രിസ്തീയ വ്യക്തി ഞാനാണ്. അപ്പോൾ ഇതുകൊണ്ട് അറിവിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ കൺവേർഷൻ നടന്നിട്ടല്ല, ഈ ഗ്രഹാം സ്റ്റെയിൻസ് ആരെയും കൺവേർട്ട് ചെയ്തിട്ടല്ല, കൺവേർട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊരു ഭീതി കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ആ ഭീതി വന്നത്? അദ്ദേഹം നിസ്വാർത്ഥമായ സേവനം എന്ന് പറയുന്ന ഇന്ത്യൻ മനസ്സിൻ്റെ ബുദ്ധിയെ കവിയുന്ന ഒരു സാക്ഷ്യം കാഴ്ചവെച്ചു. അതിൻ്റെ ശക്തി വളരെ വലിയതാണ് എന്ന് മനസ്സിലാക്കിയവർ അതിനോട് അടുത്തു വരാൻ പോലും ഞങ്ങൾക്കൊരു വിധത്തിലും സാധ്യമല്ല, അതിനോട് കിടപിടിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അങ്ങനെ ഈ ദർശനത്തെ, ഈ മൂല്യത്തെ, ഈ ആദർശത്തെ ജീവിതത്തിൽ പാലിക്കുന്നതിനെ തട്ടിക്കളയാം. അപ്രകാരമുള്ളൊരു ലോജിക്ക് മാത്രമേ ആ ഒരു കൊലപാതകത്തിൽ 3 കൊലപാതകങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അത് പോയി വ്യക്തിപരമായി ആ സാഹചര്യത്തെയും സംഭവത്തെയും ഫസ്റ്റ് ഹാൻഡ് പഠിച്ച വ്യക്തി എന്ന നിലയിൽ എനിക്ക് സാക്ഷീകരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരോടും പറയുന്നു, ഇന്ത്യൻ സീസറിന് നമുക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ കടമ ഇവിടെ നിസ്വാർത്ഥമായി സേവനം ചെയ്യുവാൻ സാധ്യമാണ്. അതിന് സജ്ജമായൊരു വിശ്വാസ സമൂഹം ഇവിടെയുണ്ട്. അവർ യേശുവിനെ അവരുടെ മാതൃകയായി ആദരിക്കുന്നവരും അനുസരിക്കുന്നവരുമാണ് എന്നുള്ള ഈ അറിവാണ്. അങ്ങനെ നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്നതാണ് ജീവിത സായുജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതില്ലാതെ നാം മനുഷ്യരാകുന്നില്ല എന്ന ഈ തിരിച്ചറിവ് സീസർക്ക് കൊടുക്കേണ്ടത് ക്രിസ്തീയ സമൂഹത്തിൻ്റെ കടമയാണ് എന്ന് പൊതുവെ അല്ലെങ്കിൽ നമ്മുടെ മധ്യത്തിൽ പരാമർശിക്കാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്ത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമീപനം, വിശാലമായൊരു കാഴ്ചപ്പാട് നമ്മുടെ മധ്യത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ സഭകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ പോലും നിസ്വാർത്ഥമായ സേവനം നൽകുക എന്ന് പറയുന്ന ആത്മീയമായ കടമയെ വിട്ടിട്ട് മാമോൻ സേവയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്ന് മാത്രം ഹ്രസ്വമായി സൂചിപ്പിച്ച് ബൃഹത്തായ ഒരു പ്രശ്നത്തെ ഞാനിവിടെ ഒതുക്കുകയാണ്. അപ്പോൾ കൈസർക്ക് നാം കൊടുക്കേണ്ട ഒരു കാര്യം, നിസ്വാർത്ഥമായ സേവനം ചെയ്യുക എന്നത് ഓരോ പൗരൻ്റെയും കടമയാണ്. അതല്ലാതെ മറ്റൊരു മാർഗമില്ല. സ്വാർത്ഥമതികളായ ആരെങ്കിലും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവർ യഥാർത്ഥത്തിലൊരു രാഷ്ട്രത്തിൻ്റെ ആരോഗ്യത്തെയും അഖണ്ഡതയെയും മുറിവേൽപ്പിക്കുന്നവരാണ്, അല്ലെങ്കിൽ നശിപ്പിക്കുന്നവരാണ്. എപ്രകാരമാണ് ചിലയിടങ്ങളിൽ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്? ഇവർ രാഷ്ട്രീയ ചിതലുകളാണ് എന്ന ഒരു തിരിച്ചറിവാണ്. അതിനാധികാരികതയുണ്ടാണെങ്കിൽ ക്രിസ്തീയ സമൂഹമാകുവാനും ഇപ്രകാരം സ്വാർത്ഥരഹിതമായ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന ഒരു അച്ചടക്കം പൊതുവേ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകണം. അങ്ങനെ ഇപ്പോൾ ആ ഒരു അവസ്ഥ സ്ഥിതി ചെയ്യുന്നില്ല. അത് സൃഷ്ടിച്ചെടുക്കേണ്ട ചുമതല അവർക്കുമുണ്ട് എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ച് അടുത്ത ചിന്തയിലേക്ക് കടക്കുകയാണ്. രണ്ടാമതായിട്ട് നാം സീസർക്ക് കൊടുക്കേണ്ടത്, ഭാരതത്തിൻ്റെ സീസർക്ക് ഭരണകൂടത്തിനാകമാനം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഭരണ സംസ്കാരത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കേണ്ട മറ്റൊരു സംഭാവന, ആദർശങ്ങളെ അള്ളിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ സാധ്യമാകണം എന്ന അറിവാണ്. ഈ ലോകത്തിൽ ആദർശങ്ങളെപ്പറ്റി വളരെയധികം സിനിസിസമുണ്ട്. അതായത് അങ്ങനെ നടക്കുകയില്ല, ഇത് പറയാൻ മാത്രം കൊള്ളാം. ആദർശങ്ങളെ പിന്തുടരുന്നവൻ കുഴിയിൽ ചെന്ന് വീഴും, അവൻ ഈ ലോകത്തിൽ മണ്ടനാണ്, അത് ആത്മഹത്യയ്ക്ക് തുല്യമാണ് എന്നാണ് ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത്. ആദർശങ്ങൾ ഒരിക്കലും പ്രാവർത്തികമാകയില്ല. ക്രൂശിൻ്റെ വഴി എന്താണ്? ആദർശങ്ങൾ സാധ്യമാകണമെന്നും അതിനുവേണ്ടി തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്നതാണ് ഒരു വ്യക്തി ദൈവത്തോട് കാണിക്കുന്ന ആ വിശ്വസ്തത എന്നും ഉള്ള ധാരണയിൽ ഈ ലോകത്തിൻ്റെ അവസ്ഥയിൽ പ്രവർത്തിക്കുമ്പോൾ ലോകത്തിൻ്റെ റിയാലിറ്റി, അതായത് യാഥാർത്ഥ്യ അവസ്ഥ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിനെ മുൻപോട്ട് പോകുവാൻ സഹായിക്കുകയും അതിമനോഹരമായ അത്ഭുതകരമായ സാധ്യതകളിലേക്ക് ഒരു ജനതയെ വഴി നടത്തുവാൻ
സഹായിക്കുകയും ചെയ്യും എന്നുള്ള ഒരു അറിവാണ്. ഇപ്പോൾ നമുക്ക് ആദർശങ്ങളെ ആശ്രയിച്ച് രാജ്യം ഭരിക്കുന്ന ഒരു ഭരണകൂടമോ ഒരു രാഷ്ട്രതലവനോ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ രാജ്യം എത്രമാത്രം അനുഗ്രഹിക്കപ്പെടുമായിരുന്നു. എന്നാൽ ആദർശങ്ങളെ ഉപേക്ഷിച്ചിട്ട് പ്രാവർത്തികത മാത്രം പ്രാഗ്മാറ്റിസം മാത്രം ആശ്രയിച്ച് പ്രവർത്തിക്കുന്നവർ, അവർ സതുദ്ദേശത്തോടു കൂടെയാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിലും അവരുടെ അധ്വാനത്തിൻ്റെ ഫലം ഉദ്ദേശിച്ചതിന് വിപരീതമായിരിക്കുമെന്നതാണ് ചരിത്രം നമ്മെ അറിയിക്കുന്ന സത്യം. അത് കൂടുതലായി പ്രതിപാദിപ്പാനോ വിശദീകരിക്കുവാനോ ഈ ഒരു വീഡിയോയുടെ പരിമിതി കൊണ്ട് സാധ്യമല്ലാത്തതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ കമ്മിറ്റ്മെൻറ്റ് ടു ഐഡിയലിസം, ഒരു ആദർശവാദം ആവശ്യമാണ്. ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ യജ്ഞം എന്തായിരിക്കണം? വാട്ട് ഷുഡ് ബി ദ ഗ്രേറ്റസ്റ്റ് effort and struggle in the life of a spiritually enlightened person to bridge the gulf between the real and the ideal. ഇന്ന് റിയൽ ആൻഡ് ഐഡിയൽ അകലെയാണെങ്കിൽ അത് ക്രമേണ അടുപ്പിച്ച് കൊണ്ടുവന്ന് ഒന്നായി തീർക്കുക. അതാണ് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ധർമ്മം. കാരണം എന്താണ്? ഈ ഐഡിയലും റിയലും ഒന്നാകുന്നതാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത. യേശുവിനെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഐഡിയലും റിയലും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഒന്നാണ്. ഒരു ആത്മാവാണ്, ഒരു ശരീരമാണ്. അതാണ് ക്രിസ്തു നമുക്ക് നൽകുന്ന മാനദണ്ഡം. ആ മാനദണ്ഡത്തെ ലോകത്തിൻ്റെ കാഴ്ചയ്ക്ക് മുൻപിൽ, ലോകത്തിൻ്റെ ബോധ്യങ്ങളുടെ മുൻപിൽ ഉയർത്തിപ്പിടിക്കുക എന്നതാണ് നമ്മുടെ സാക്ഷ്യം. അല്ലാതെ ഹല്ലേലൂയ പറഞ്ഞതുകൊണ്ടോ 10 ബാറയ്ക്കുമോറോൻ അലറി വിളിച്ചതുകൊണ്ടോ മറുഭാഷയിൽ സംസാരിച്ചതുകൊണ്ടോ നാം ഈ ലോകത്തിന് ഒരു നന്മയും വരുത്തുന്നില്ല. നാം ദൈവനാമത്തിന് മഹത്വം കരയേറ്റുന്നില്ല. നാം നമ്മളെ തന്നെ അപഹാസ്യരാക്കി തീർക്കുകയാണ് എന്ന് മാത്രം ഞാൻ പറഞ്ഞ് മുൻപോട്ട് പോവുകയാണ്. മൂന്നാമതായിട്ട് നാം കൈസർക്ക് കൊടുക്കേണ്ട കാര്യം, ഇപ്പോൾ ലോകത്തിലുള്ള രാഷ്ട്രീയ അധികാരികൾ മുഴുവനും കാംക്ഷിക്കുന്നത് ശക്തിയാണ്. പവർ, സിൻറ്റിലേറ്റിംഗ് പവർ, ക്രാക്ലിംഗ് പവർ, തീപാറുന്ന അധികാരം. അധികാരമല്ല, ശക്തി. ആരെയും അടിച്ചമർത്തുവാൻ. എനിക്കെതിരെ വാക്ക് പറഞ്ഞാൽ അവൻ്റെ തലയോട്ട് ഞാൻ പൊട്ടിക്കും. അതാണ് എൻ്റെ ഏറ്റവും വലിയ കഴിവ് എന്നാണ് ലോകത്തിൻ്റെ കഴിവ്. എന്നാൽ ഈ പവറിന് പകരം അതോറിറ്റി എന്നൊരു കാര്യമുണ്ട്. ആത്മീയമായ അധികാരം. അധികാരം എന്ന വാക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതിനെ ക്വാളിഫൈ ചെയ്യേണ്ട. അധികാരം. ലോകത്തിൽ അധികാരം അതിൻ്റെ പരിശുദ്ധിയിൽ ചരിത്രത്തിൽ കണ്ടത് യേശുവിലാണ്, സംശയിക്കേണ്ട. ആ സംശുദ്ധമായ അധികാരം അതിൽ വിശ്വസിക്കുകയും അതിൻ്റെ അച്ചടക്കം പാലിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവ് നമുക്കിന്നുണ്ടെങ്കിൽ ഈ രാജ്യം രക്ഷപ്പെട്ടു പോകുക. അത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയമാണ് നാം കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ അപ്രകാരം ഒരു അധികാരമുണ്ട് എന്ന ലോകം തിരിച്ചറിയത്തക്ക ഒരു സംവിധാനവും ക്രിസ്തീയ സമൂഹത്തിലും ക്രിസ്തീയ സഭകളിലുമില്ല. കാരണം ക്രിസ്തീയ നേതൃത്വം പോലും ഇന്ന് പ്രവർത്തിക്കുന്നത്, ലോകത്തിൻ്റെ മുമ്പിൽ എടുത്തു കാട്ടുന്നത് ലോകം മനസ്സിലാക്കുന്ന ഈ ധിക്കാരഭ്രമം, ഈ ശക്തിയോടുള്ള ഭ്രമം. അതുകൊണ്ടാണ് ഒരു മെത്രാനോട് അവൻ ഇഷ്ടമില്ലാത്തൊരു വാക്ക് പറഞ്ഞാൽ ആജീവനാന്തം നിൻ്റെ കാര്യം പോക്കാണ്. എൻ്റെ അനുഭവത്തിൽ രാഷ്ട്രീയക്കാർ പലതും ക്ഷമിച്ചു തരും. രാഷ്ട്രീയക്കാർ മിടുക്കരാണ്. അവരൊരിക്കലും സ്ഥായിയായ പക കൊണ്ട് പോകുകയില്ല. അതേസമയം ഒരു മെത്രാൻ ഇഷ്ടപ്പെടാത്തൊരു വാക്ക് നീ പറഞ്ഞാൽ പിന്നെ നിൻ്റെ കാര്യം പോക്കാം. ദൈവം നോക്കിയാൽ നിന്നെ സഭയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യനായ ഒരു വ്യക്തിയായി തീരുവാൻ സാധിക്കയില്ല. ദൈവത്തിന് പോലും സാധിക്കയില്ല. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. നിങ്ങൾക്കറിയാം, ഞാൻ മർത്തോമാ സഭയോട് വളരെ ആത്മീയ ബന്ധം പുലർത്തുകയും ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ആ ആത്മാർത്ഥമായ സ്നേഹമുണ്ട്. പക്ഷേ അറിയുന്നതിന് വേണ്ടി ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഒരു മെത്രാനെ അടക്കുമ്പോൾ ഇരുത്തി അടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മാർത്തോമാ സൈബർ ഗുണ്ടാസ് എനിക്കെതിരെ ഭയങ്കര ഘോര യുദ്ധം അഴിച്ചു വിട്ടു. ഇന്നും മെത്രാപ്പോലിത്ത ഔട്ടിങ് താഴോട്ട് എന്നെ അറിയുന്നത് മാർത്തോമക്കാരുടെ കുലശത്രുവായിട്ടാണ്. പരാതി ഉണ്ടായിട്ട് പറയുന്നതല്ല.
യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ എനിക്ക് 1000 പേര് എനിക്ക് ശത്രുക്കളാണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു നഷ്ടവും വരാൻ പോകുന്നില്ല. കാരണം ഞാൻ ആരുടെയും ഔദാര്യം ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തിയല്ല, ആരുടെയും കസേര മോഹിക്കുന്ന ആളുമല്ല, ആരുടെയും ഐക്യം മൈതാനം എനിക്ക് ആവശ്യമില്ല. ദൈവകൃപ കൊണ്ട് എനിക്ക് ചില താലന്തുകൾ നൽകിയിട്ടുണ്ട്. ആ താലന്തുകൾ എന്നിൽ നിന്ന് തിരിച്ചെടുക്കുന്നത് വരെ എനിക്ക് സന്തോഷത്തോടെ ആത്മാഭിമാനത്തോടെ ഒരു ദൗത്യം നിർവഹിക്കാൻ സാധ്യമാണ്. അത് തിരിച്ചറിയുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ എന്നോട് സഹകരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വന്നിരുന്നിട്ട് എന്താണ് കാര്യം? ദൈവത്തിൻ്റെ നീതി നിങ്ങളിൽ കൂടെ നടപ്പാക്കപ്പെടണമെന്ന് നിങ്ങൾക്ക് എങ്ങനെയോ ബോധ്യമുണ്ടായിട്ടാണ് നിങ്ങൾ ആരുമറിയാതെ, ആരും നിങ്ങളെ ക്ഷണിക്കാതെ, നിങ്ങൾ സ്വമനസാലെ നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടാവണം നിങ്ങളിതിൽ പങ്കാളികളായത്. അപ്പം അതുകൊണ്ട് വ്യക്തിപരമായ ഒരു ഇച്ഛാഭംഗം കൊണ്ടോ പരാതി കൊണ്ടോ അല്ല ഞാനീ പറയുന്നത്. പക്ഷേ ആദർശങ്ങൾ പ്രസംഗിക്കുന്നതല്ലാതെ ആദർശങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ക്രിസ്തീയ നേതാവും ഒരു സഭാ നേതൃത്വവും ഇന്ന് ഈ കേരളത്തിൻ്റെ മണ്ണിലില്ല എന്ന് വളരെ ദുഃഖത്തോടുകൂടെ എനിക്ക് പറയേണ്ടി വരും. കാരണം അനുഭവങ്ങൾ അങ്ങനെ തന്നെയാണ്. ഡൽഹിയിലും അത് തന്നെയായിരുന്നു എൻ്റെ അനുഭവം. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മുറിവും ബെമ്മിഷ്ടവും പ്രയാസവും അപമാനവും സഹിച്ചിട്ടുള്ളത് സഭയോടുള്ള ബന്ധത്തിലാണ്. പ്രത്യേകിച്ച് മെത്രാന്മാരുടെ ഈ ഹുങ്കു കൊണ്ടാണ്. അത് അവരുടെ ധർമ്മമാണ്. പക്ഷേ അങ്ങനെയാകുമ്പോൾ നാം കാരമില്ലാത്ത ഉപ്പായിത്തീരും. ഈ ഭാരതത്തിനൊരു സംഭാവന ചെയ്യാൻ നമ്മെ കൊണ്ട് കഴിയുകയില്ല. ഭാരതത്തിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ, അല്ലെങ്കിൽ ധാർമ്മികമായ ബോധം കൂടുതൽ മണ്ണടിയാനുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് നൽകാൻ കഴിയുകയുള്ളൂ. ഇതിനെപ്പറ്റി ചിന്തിക്കുന്ന ജനം കുറച്ചുകൂടെ ബോധവൽക്കരണം പ്രാപിക്കണം എന്ന താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഈ ശക്തിയോടുള്ള ഭ്രമത്തിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള ദൈവികമായ വെളിച്ചം ഉൾക്കൊള്ളുവാൻ പര്യാപ്തമായ ഒരു അധികാരബോധം, എ സെൻസ് ഓഫ് അതോറിറ്റി. യേശുവിന് അതോറിറ്റി ഉണ്ടായിരുന്നു. യേശുവിന് പവർ ഉണ്ടായിരുന്നില്ല, പവർ ഒട്ടുമില്ലായിരുന്നു. അതുകൊണ്ടാണ് മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. അതുകൊണ്ടാണ് ക്രൂശിൽ 3 ആണിമേൽ തൂങ്ങി മരിക്കേണ്ടി വന്നത്. ഈ ലോകത്തിൻ്റെ ശക്തികളുടെ മുൻപിൽ താൻ മനഃപൂർവ്വം നിസ്സഹായനായി ഇരിക്കാനും പ്രവർത്തിക്കാനും യേശു തീരുമാനിച്ചു. സ്വമേധയായി അങ്ങനെയുള്ള ഒരു റോൾ, ഒരു അവസ്ഥ യേശു തിരഞ്ഞെടുത്തു. ആരും അടിച്ചേൽപ്പിച്ചതല്ല. കാരണം അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെ മാത്രമേ കൈസർക്ക് കൊടുക്കാനുള്ളത് കൈസർക്ക് കൊടുക്കാനൊക്കത്തുള്ളൂ. യേശുവിൻ്റെ അപ്രകാരമുള്ള ആ ഒരു ആദർശ കേന്ദ്രീകൃതമായ വ്യക്തിത്വത്തിൻ്റെ പ്രഭ കൊണ്ട് ഒരു റോമൻ ശതാധിപനും അവനറിയാതെ പറയേണ്ടി വന്നു, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു നിശ്ചയം. അതാണ് അതോറിറ്റിയുടെ പവർ. ഇത് മനസ്സിലാക്കാൻ ആരെങ്കിലും കൂട്ടാക്കുന്നുണ്ടോ? അത് സാധ്യമാണെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കാൻ കഴിയും എന്നാണ് എൻ്റെ ഒരു വലിയ അഭിപ്രായം. ഇനി അവസാനമായിട്ട് ഏറ്റവും പ്രധാനമായി നാം കൈസർക്ക് കൊടുക്കേണ്ടത് വ്യക്തി മാഹാത്മ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിക്കണം. ഒരു രാജ്യത്ത് സ്വേച്ഛാധിപതികൾ, ഡിക്റ്റേറ്റേഴ്സ്, ടൈറൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അവിടെയുള്ള ജനം വെറും കൃമികളാണ്, അവർ മൊണ്ണകളാണ്. അവർക്ക് മൗലികമായ മനുഷ്യാവകാശങ്ങൾക്ക് അർഹതയുള്ളവരല്ല. സ്വാതന്ത്ര്യമെന്ന ആശയത്തോട് പുലബന്ധം പുലർത്തുവാൻ അവർ കഴിവുള്ളവരല്ല. അവർ വെറും കൃമികളും പുഴുക്കളുമാണ് എന്ന ഒരു കാഴ്ചപ്പാട് ഒരു പൊളിറ്റിക്കൽ എലീറ്റ്, ഒരു വരേണ്യ അധികാരവർഗത്തിൻ്റെ മനസ്സിൽ ഉദിക്കുമ്പോഴാണ് ആ സമൂഹത്തിൽ ഈ സ്വേച്ഛാധിപത്യവും ജനങ്ങളെ അടിച്ചമർത്തുന്ന ഒരു ഭരണരീതിയും ഉടലെടുക്കുന്നത് എന്ന് ചരിത്രം നമ്മെ അറിയിക്കുന്ന വളരെ വളരെ ചിന്തനീയമായ, ഭീതി ജനിപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് അധികപ്പറ്റാണെന്ന് വിചാരിച്ചാൽ നാം എന്തു ചെയ്യും? അപ്പോൾ നാം ഇന്ന് ഭാരതത്തിൻ്റെ സാഹചര്യത്തിൽ കൈസർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സംഭാവന എൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി മാഹാത്മ്യത്തിൻ്റെ അപ്രമേയമായ വിലയാണ്. The incomparable worth of a human being and the otherworldly glory of a human person,
പേഴ്സണാലിറ്റി. മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ അഭൗമമായ പ്രഭയും ഓരോ വ്യക്തിക്കും ദൈവം കൊടുത്തിരിക്കുന്ന അതുല്യമായ വിലയും ഇത് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവോ ഭരണകർത്താവോ ഭരണകൂടമോ അല്ലെങ്കിൽ ഭരണ സംസ്കാരമോ തിരിച്ചറിഞ്ഞാൽ ഒരിക്കലും അവിടെ സ്വേച്ഛാധിപത്യം ഉണ്ടാകുകയില്ല. അതുകൊണ്ടാണ് യേശു നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ ഏറ്റവും അവസാനമായി തീരണം, നേതാവാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായി തീരണം, മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകുന്ന ദൈവത്തിൻ്റെ നീതി ചരിത്രത്തിൽ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, മറന്നു പോകരുത്. ലോകത്തിൽ ഒന്നാമനായി എല്ലാവരും എന്നെ കാണണം എന്ന അത്യാർത്തിയോടെ ഇറങ്ങിത്തിരിച്ച ഹിറ്റ്ലർ എവിടെയാണ് അവസാനിച്ചത്? ലോകത്തിൽ അവസാനനായി, ഏറ്റവും ഒടുക്കമുള്ളവനായി ഒരു ബങ്കറിൽ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട് വന്നു. മുൻപന്മാർ പിൻപന്മാരാകും എന്നതിന് വല്ല സംശയമുണ്ടോ? അതിപ്പോൾ മാർവിച്ച് നടക്കുന്ന എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ്. പക്ഷേ ആ സത്യം വിളിച്ചു പറയാനുള്ള ഒരു ആത്മീയ ആധികാരികത നമ്മുടെ സമൂഹത്തിൽ, വിശ്വാസ സമൂഹത്തിൽ നിന്ന് വിട്ടുപോയി. അതിനുള്ള ധൈര്യമുള്ളവർ ഇന്നില്ലാതെയായി. അതിനു പകരം ഇപ്പോൾ മെത്രാന്മാർ രാഷ്ട്രീയക്കാരുടെ കാല് പിടിച്ച് കാല് മസാജ് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. ഞാനെപ്പോഴും എന്നോട് തന്നെ ചോദിക്കുന്ന കാര്യം, ഇപ്പോൾ നമ്മുടെ മെത്രാന്മാർ പലരും ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിയോട് എങ്ങനെയെങ്കിലും ബന്ധം പുലർത്തുവാൻ തത്രപ്പെടുന്നുണ്ട്. അവിടുന്ന് ഒരു ഇൻവിറ്റേഷൻ വന്നാൽ അത് സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ മഹനീയമാണെന്ന് വിശ്വസിച്ച് വെള്ളമൂറി നിൽക്കുന്നവരാണ്. അങ്ങനെയൊന്നും സംഭവിച്ചു വന്നിരിക്കട്ടെ. ഇപ്പോൾ ക്രിസ്മസ് ദിവസം രാവിലെ പല മെത്രാന്മാരുമായി മോദി അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് ക്രിസ്മസ് സംബന്ധമായ കൂടിക്കാഴ്ചകൾ നടത്തി, അവിടെ ചില പ്രസംഗങ്ങളൊക്കെ നടത്തിയെന്നൊക്കെ നമുക്കറിയാം. ഇവരിലേതെങ്കിലും ഒരു മെത്രാനെ മോദി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒരു മെത്രാനോട് സംസാരിക്കുമ്പോൾ, അവൻ്റെ കൈയൊന്ന് പിടിച്ച് കുലുക്കുമ്പോൾ, അവൻ്റെ മുഖത്തൊന്ന് നോക്കുമ്പോൾ മോദിയുടെ മനസ്സിൽ എന്ത് തിരിച്ചറിവാണ്, എന്ത് വികാരമാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഞാനും ആലോചിക്കണ്ടേ? ഇത്രമാത്രം ഒരു പീറൻ മനുഷ്യനാണല്ലോ ഇവരുടെ ആത്മീയ ഗുരു. അങ്ങനെ ഇപ്രകാരമുള്ള നേതാക്കന്മാരെ പടച്ചുവിടുന്ന ഈ സമൂഹം എത്ര നികൃഷ്ടമാണെന്നല്ലേ അദ്ദേഹം ചിന്തിക്കുകയുള്ളൂ. നമ്മളെപ്പറ്റി എന്തെങ്കിലും ബഹുമാനം ജനിപ്പിക്കാൻ പര്യാപ്തമായ വ്യക്തിത്വമുള്ള ഏതെങ്കിലും മെത്രാന്മാരുന്നുണ്ടോ? ഞാൻ മെത്രാന്മാരെ വിമർശിച്ച് പറയുന്നില്ല. സത്യം പറയുമ്പോൾ അത് സത്യം പറയുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കണം. മോദിയോട് ഇടപെട്ടിട്ട് ആ ഇടപെടൽ മുഖാന്തരം, ഇപ്പോൾ ഉദാഹരണമായിട്ട് റബ്ബറിൻ്റെ താങ്ങുവില 300 കൂട്ടിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് MP ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് തൊപ്പിപ്പാളയം വെച്ചുകൊണ്ട് ഒരു മെത്രാൻ പ്രസംഗിക്കുകയാണ്. ആ ചിത്രം മോദി കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തായിരിക്കും? എനിക്ക് മോദിയെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ്. മോദിയേക്കാൾ ഷ്രൂഡായിട്ടുള്ളൊരു വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തല്ല മോദി ഇരിക്കുന്നതും ചിന്തിക്കുന്നതും. മോദിയുടെ കൂടെ നടക്കുന്നവർക്കത് അറിഞ്ഞുകൂടാ. അതറിയാവുന്ന ഒരാളെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. ശേഷാദ്രിചാരി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. നിങ്ങളിൽ ചിലരെങ്കിലും അദ്ദേഹത്തെ ഓർക്കുന്നുണ്ടായിരിക്കും. അടുത്ത കാലം വരെ BJPയുടെ നാഷണൽ സ്പോക്സ് പേഴ്സണായിരുന്ന ശേഷാദ്രിചാരി. അദ്ദേഹത്തെ എനിക്ക് നന്നേ പരിചയമുണ്ടായിരുന്നു. ഒരിക്കലും അദ്ദേഹം എന്നെ കാണാനായിട്ട്, സന്ദർശിക്കാനായിട്ട് വീട്ടിൽ വന്നപ്പോൾ മോദിയെപ്പറ്റി തന്നെയായിരുന്നു സംസാരം. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ ആർക്കും മോദിയെ അറിഞ്ഞുകൂടാ. അദ്ദേഹം ഏത് തലത്തിലാണ് ചിന്തിക്കുന്നതെന്നും എപ്രകാരമാണ് വ്യക്തികളെയും സാധ്യതകളെയും കാണുന്നത് എന്ന് തിരിച്ചറിയാൻ ആർക്കും കഴിയുകയില്ല. അദ്ദേഹത്തെ അടുത്ത് നിൽക്കുന്ന ഞങ്ങൾക്കറിഞ്ഞുകൂടാ. നാളെ അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത്, ഏത് ദിശയിലേക്കാണ് തിരിയാൻ പോകുന്നത്, ഏത് അജണ്ടയാണ് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ ദൈവത്തെ പോലെ ആരാധിക്കുന്നത് എന്നും കൂടെ ശേഷാദ്രിചാരി അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. തമിഴനാണ്. നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തെ കാണുമ്പോൾ ഇങ്ങനെ ഈ പറയുന്ന വത്സൻ തമ്പുവുമായി ഇങ്ങനെ ഒരു സംഭാഷണം നടത്തിയോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, അങ്ങനത്തെ ഞാൻ പറഞ്ഞതാണെന്ന് അദ്ദേഹം പറയും. കാരണം ശേഷാദ്രിചാരി കള്ളം പറയില്ല. അദ്ദേഹം എനിക്ക് വളരെ പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ്. BJPയിലാണെങ്കിലും അദ്ദേഹം വളരെ വളരെ നല്ല ചിന്തകളുള്ള, നല്ല താല്പര്യങ്ങളുള്ളൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ അടിത്തറ ഇളകിപ്പോയി. അദ്ദേഹത്തെ കാണാനില്ല. അതിന് പകരം ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനം പിടിച്ചു. അവരെങ്ങനെയുള്ള ആളുകളാണെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പോട്ടെ, അത് മറ്റൊരു വിഷയം.
ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ കൈസർക്ക് കൊടുക്കാനായിട്ട് പല കാര്യങ്ങളുണ്ട്. അതൊന്നും നാം കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുക്കണമെന്ന് പോലും നമുക്കറിയില്ല. ചുങ്കം കൊടുക്കണം, പിന്നെ നിയമം അനുസരിക്കണം. ഇത് രണ്ടും വേണം, വളരെ ആവശ്യമാണ്, അനിവാര്യമാണ്. പക്ഷേ നിങ്ങളുടെ നീതിബോധം പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിബോധത്തെ കവച്ചു വെക്കുന്നില്ല എങ്കിൽ, അതിജീവിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞ അതേ മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കണമെന്ന് യേശു പറയുമ്പോൾ അതിലിങ്ങനെയുള്ള 3-4 ഘടകങ്ങളെങ്കിലും അവശ്യം ഉൾപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ദയവായി പരിഗണിക്കണമേ എന്ന് മാത്രം വിനീതമായി കർത്തൃനാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചിന്തകൾ ഇവിടെ ഉപസംഹരിക്കുന്നു.